അടുത്തതായി സീഡ് വയബിലിറ്റി. സീഡ് വയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സീഡിന് ജെർമിനേറ്റ് ചെയ്ത് സീഡ്ലിംഗ് ആയിട്ട് മാറാനുള്ള ആ പീരീഡ് ഓഫ് ഡ്യൂറേഷനെ വിളിക്കുന്ന പേരാണ് സീഡ് വയബിലിറ്റി. ദാറ്റ് ഈസ് എബിലിറ്റി ഓഫ് സീഡ് ടു ജെർമിനേറ്റ് ആൻഡ് പ്രൊഡ്യൂസ് സീഡ്ലിംഗ്. സോ ഒരു സീഡ്ലിംഗ് ആയിട്ട് മാറാനുള്ള ആ ഒരു എബിലിറ്റി, അതിനെ വിളിക്കേണ്ട പേരാണ് സീഡ് വയബിലിറ്റി. അത് ഓരോ സീഡിനും ഡിഫറെൻ്റ് ആയിരിക്കും. അത് സ്പീഷീസ് ടു സ്പീഷീസ് വേരി ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ, ചില സീഡിൻ്റെ വയബിലിറ്റി കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നഷ്ടപ്പെടും. ചിലതിൻ്റെയാണെങ്കിൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട്. മെജോറിറ്റി ഓഫ് സീഡുകളുടെയും വയബിലിറ്റി കുറേ വർഷങ്ങൾ ഇരിക്കും. ആ എത്ര ഡ്യൂറേഷനിലായിരിക്കണം അതിന് നമ്മൾ പറയുന്നത് ഇനാക്റ്റീവായിട്ടിരിക്കുന്ന ഒരു ടൈമുണ്ട്. അത് നമ്മളെന്താ പറയുക, ഡോർമൻസി. സോ ആ ഡോർമൻസി പീരീഡിൽ ഇരിക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. അത് കുറേ വർഷങ്ങളോളം മെജോറിറ്റി ഓഫ് ദ സ്പീഷീസിനും ഉണ്ട്. സോ അതിനുള്ള എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും വയബിളായിട്ടിരിക്കുന്ന ഒരു സീഡിൻ്റെ എക്സാമ്പിൾ റെക്കോർഡ് ഓഫ് ഓൾഡ് വയബിൾ സീഡ്. അതിന് എക്സാമ്പിളാണ് ലൂപ്പൈൻ. അതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ലൂപ്പിനസ് ആർട്ടിക്കസ് എന്നാണ്. ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ലെഗുമിനസ് ഫാമിലിയിൽ കാണുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഒരു ബ്ലൂ ടു വയലറ്റ് കളറാണ് അതിൻ്റെ ഫ്ലവറൊക്കെ. സോ അതിൻ്റെ സീഡാണ് ഏറ്റവും റെക്കോർഡുകൾ ഏറ്റവും വയബിളായിട്ടുള്ള സീഡ് എന്ന് പറയുന്നത്. അത് പറയണതെന്ന് വെച്ചാൽ എക്സ്കവേറ്റഡ് എന്ന് പറഞ്ഞാൽ കുഴിച്ചെടുക്കുക എന്നാണ് അർത്ഥം. ആർട്ടിക് ടുണ്ട്രയിൽ നിന്നാണ് ഇതിൻ്റെ ലൂപ്പൈൻ സീഡിനെ അവർ കുഴിച്ചെടുത്തത്. അത് എത്ര വർഷം, 10,000 ഇയേഴ്സ് ഓഫ് ഡോർമൻസി പീരീഡിൽ. സോ 10,000 ഇയേഴ്സ് ഡോർമൻ പീരീഡിൽ ഇരുന്നതിന് ശേഷം അത് ജെർമിനേറ്റ് ചെയ്യുകയും ഫ്ലവർ ചെയ്യുകയും ചെയ്തു. സോ അതാണ് ആ സീഡിൻ്റെ പ്രത്യേകത. സോ 10,000 ഇയേഴ്സ് വരെ അതിന് ഡോർമൻ്റായിട്ട് ഇരിക്കാനായിട്ടുള്ള കഴിവുണ്ട്. അത്രയും വയബിളാണ് ആ സീഡ്. അത് അത്രയും നാൾ കഴിഞ്ഞിട്ട് മാത്രമേ അതിന് ജെർമിനേറ്റ് ചെയ്തും ഫ്ലവറും ചെയ്തുള്ളൂ. അതുപോലെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ളൊരു റെക്കോർഡ്, ഏറ്റവും ഓൾഡ് വയബിൾ സീഡിൻ്റെ ഒരു റീസെൻറ്റ് റെക്കോർഡ് എന്ന് പറയുന്നത് 2000 ഇയേഴ്സാണ് പറയുന്നത്. ആ 2000 വയബിൾ സീഡ് ഏതായിരുന്നു? ഡേറ്റ് പാം, നമ്മുടെ ഈന്തപ്പന എന്നൊക്കെ പറയില്ലേ. അതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ഫീനിക്സ് ഡാക്ടൈലിഫറ. സോ ഈന്തപ്പന അത് എവിടെ നിന്നാണ് കണ്ടെത്തിയതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കിങ് ഹെറോഡ് പാലസ് എന്ന് പറഞ്ഞിട്ട് ഒരു കിങ്ങിൻ്റെ പാലസ് ഉണ്ടായിരുന്നു, കൊട്ടാരം ഉണ്ടായിരുന്നു. അതിനെ ആർക്കിയോളജിക്കൽ അപ്പോൾ ഈ പുരാവസ്തു ഗവേഷകരൊക്കെ ആ പാലസിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയപ്പോൾ അവിടെ നിന്നാണ് ഈ ഡേറ്റ് പാമിൻ്റെ സീഡ് കണ്ടെത്തിയത്. അത് ഏകദേശം ഒരു 200 ഇയേഴ്സ് വയബിൾ ആയിട്ടുള്ള സീഡായിരുന്നു. സോ ഏറ്റവും റീസെൻ്റായിട്ട് നമ്മൾ കണ്ടെത്തിയത് ഈ ഡേറ്റ് പാമിൻ്റെ ആയിരുന്നു. ഒരു 2000 ഇയേഴ്സ് സീഡ് വയബിൾ ആയിരുന്നു. അതിനു മുമ്പ് നമ്മൾ ഏറ്റവും മുമ്പ് പറഞ്ഞത് 10,000 ഇയേഴ്സ് ഡോർമൻസി കഴിഞ്ഞിട്ട് അത് ജെർമിനേറ്റ് ചെയ്തതാണ്. ഇതാണ് സീഡ് വയബിലിറ്റി. അപ്പോൾ നമ്മൾ ഓരോ സ്പീഷീസിനും അത് വേരി ചെയ്തിരിക്കും. മെജോറിറ്റി സീഡിൻ്റെയും വയബിലിറ്റി എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾ, 10,000 ഇയേഴ്സ് വരെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇതിൻ്റെ മിഡിലുള്ള റേഞ്ചിലുള്ള ഡോർമൻസി പീരീഡിലൂടെ ആയിരിക്കും ഈ സീഡ് വയബിളായിട്ടിരിക്കുക.